ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒരു ബ്രൗൺ പേപ്പർ എടുത്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് 3 ഡിഫറെൻറ്റ് കാർഡ്സ് ഉണ്ടാക്കി നോക്കാം. ഡിഫറെൻറ്റ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരേ ഒരു വേരിയൻറ്റിലുള്ള 3 ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ള 3 ടൈപ്പ് കാർഡ്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഒരു സൈസിനുള്ളൊരു ഒരു കാർഡ് ഉണ്ടായപ്പോൾ അത് വെച്ചിട്ട് വരച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് പെൻസിലും സ്കെയിലും യൂസ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പ്, ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ്, 4 കോർണേഴ്സും കേർവായിട്ട് വരുന്ന ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഷേപ്സ് മാറ്റണം എന്നുണ്ടെങ്കിലും ചെയ്യാം കേട്ടോ. എനിക്കൊരു ഇഷ്ടം തോന്നിയത് ഈ ഒരു ഷേപ്പിനോടാണ്, അപ്പോൾ ഞാൻ അങ്ങനെ കട്ട് ചെയ്തേ ഉള്ളൂ. ഇത് നമുക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ, ആനിവേഴ്സറി വിഷ് ചെയ്യാൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ ഒരു താങ്ക് യു കാർഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റൊക്കെ സെയിൽ ചെയ്യുന്നവർക്ക് അങ്ങനെ താങ്ക് യു കാർഡായിട്ട് സെൻഡ് ചെയ്യാൻ അങ്ങനെയും യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രൗൺ കളറിൽ അത്യാവശ്യം ഒരു ഒരു 100 GSM ഒക്കെ തിക്നെസ് ഇതിനുണ്ടാവുള്ളൂ. ആ ഒരു തിക്നെസ്സിലുള്ള പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൂടുതൽ തിക്നെസ് ഉള്ളതുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി സ്യൂട്ടാവുക. അപ്പോൾ അത് 3 എണ്ണം ഞാൻ ഒരേ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഷേപ്പിൽ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ആ 3 എണ്ണത്തിൽ ഒന്ന് എടുത്തിട്ട് ഞാനിതേ ഒരു ബ്ലാക്ക് ഇങ്ക് പെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡോട്ടായിട്ട്, ഡോട്ടല്ല ചെറിയൊരു ലൈൻ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ബോർഡർ പോലെ വരച്ചെടുക്കുന്നുണ്ട്. 4 സൈഡിലും ഞാൻ അങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ മാത്രം കുറച്ച് കയറ്റിയാണ് വരച്ചെടുത്തത്, ഒരു പോളറോയിഡ് ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിൻ്റെ താഴെ ഹാപ്പി എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം, ഇനി ആനിവേഴ്സറി എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. എന്താണോ നിങ്ങൾക്ക്, നിങ്ങളുടെ പേർപ്പസ് എന്താണോ അങ്ങനെ എഴുതാം കേട്ടോ. ഞാൻ ഇങ്ങനെ ഹാപ്പി ജസ്റ്റ് ഒരു ഇങ്ങനെ വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഹാപ്പി എന്ന് മാത്രമേ എഴുതി കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ചെറിയൊരു കുഞ്ഞ് സ്മൈലി വരച്ചു കൊടുക്കുന്നുണ്ട്. സ്മൈലി അല്ല, 2 കണ്ണും ഒരു കുഞ്ഞ് സ്മൈലിങ് ഫേസ് അങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ 2 കീറൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു 2 ലൈനിൻ്റെയും സെൻറ്ററിലുള്ള ഭാഗം ഇങ്ങനെ പൊക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ, അതിൻ്റെ ഉള്ളിലൂടെ കുറച്ച് ബേബി സ്പ്രിത്ത് എന്ന് തന്നെയല്ലേ ഫ്ലവറിന് പറയുന്ന ആ ഒരു ഫ്ലവർ, ഡ്രൈഡ് ഫ്ലവേഴ്സാണ് കേട്ടോ. എൻ്റെ കയ്യിൽ കുറേ മുന്നേ ഞാൻ മേടിച്ചത് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടി ബാക്കിൽ ഇതുപോലെ ഒരു ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഫിക്സ് ആയിട്ട് നിന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് കാർഡ് റെഡി ആയിട്ടുണ്ട്. സെക്കൻഡ് കാർഡിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടാമത്തെ പേപ്പർ എടുത്തു. എന്നിട്ട് താങ്ക് യു എന്നാണ് എഴുതി കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ തീം അനുസരിച്ച് എന്തും എഴുതി കൊടുക്കാം കേട്ടോ. താങ്ക് യു അതൊരു കാലിഗ്രഫി മോഡലിൽ ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. പെർഫെക്റ്റ് കാലിഗ്രഫി ഒന്നുമല്ല, എങ്കിലും ഒരു കാലിഗ്രഫി ലുക്ക് തോന്നുന്ന രീതിയിൽ ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വൈറ്റ്നർ വെച്ചിട്ടാണ് ഇതിന് ബോർഡർ കൊടുക്കുന്നത്. അപ്പോൾ വൈറ്റ്നർ വെച്ചിട്ട് വരയ്ക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം അതൊരു ഇത്തിരി പ്രസ്സിങ് അധികമായി പോയാൽ നന്നായിട്ട് സ്പ്രെഡാവും. എൻ്റെ കയ്യിൽ നിന്ന് താഴെ ഒരു സ്ഥലത്ത് സ്പ്രെഡായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ട്. അത് ഡയറക്റ്റ് കാണുമ്പോൾ ഇത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല, പക്ഷേ വീഡിയോയിൽ നല്ല ക്ലിയർ ആയിട്ട് ആ വൈറ്റ് കാണുന്നുണ്ട് സ്പ്രെഡായത്. അപ്പോൾ അങ്ങനെ അത് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വൈറ്റ് ഇങ്ക് പെൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. പിന്നെയും അതിലും ബേബി സ്പ്രെത്ത് തന്നെ, സെയിം ബേബി സ്പ്രെത്ത് ഫ്ലവർ തന്നെ എടുത്തിട്ടുണ്ട്. ബേബി സ്പ്രെത്ത് എന്ന് പറയാൻ കഴിയണില്ല. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വാഷി ടേപ്പാണ്. ആ വാഷി ടേപ്പിൻ്റെ ഒരു ചെറിയ പീസ് വെച്ചിട്ട് ആ ബേബി സ്പ്രെത്ത് അവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് കാർഡും റെഡി. ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം ഒരേ ഒരു വേരിയൻറ്റിലുള്ള 3 കാർഡ്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ തേർഡ് പേപ്പർ എടുത്തപ്പോൾ അതിലിങ്ങനെ ഒരു ഫോൾഡിങ്ങിൻ്റെ അടയാളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് ചുരുട്ടി, എന്നിട്ട് ഒരു വിൻറ്റേജ്, ഒന്നും കൂടി വിൻറ്റേജ് ലുക്കാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മൊത്തത്തിലൊന്ന് ചുരുട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കാണുന്ന പോലെ ബ്ലാക്ക് സ്കെച്ച് പെന്നാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൽ. അപ്പോൾ കുറച്ചുകൂടി മറ്റേ ജെൽ പെന്നിനേക്കാളും കുറച്ചുകൂടി ഒന്ന് തിക്കായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബ്ലാക്ക് സ്കെച്ച് പെന്ന് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മൊത്തത്തിൽ വരച്ചിട്ടില്ലേ, 2 കോർണറിലായിട്ട് ഇങ്ങനെ ബോർഡർ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലൊരു ഡ്രൈഡ് റോസ് ഫ്ലവറാണ് കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നു ഇതൊരു 3 years എബോ പഴക്കമുണ്ട് ആ ഒരു ഡ്രൈ ഫ്ലവറിന്. ഞാനിങ്ങനെ ഡ്രൈ ഫ്ലവേഴ്സ് കുറച്ച് ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് എന്ത് ഫ്ലവർ കിട്ടിയാലും അതൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുത്ത് വെക്കും. അതിൽ ചിലത് ഇതുപോലെ ഇങ്ങനെ നിൽക്കില്ല, പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. അല്ലാത്തത് ഞാനിതുപോലെ എടുത്ത് സൂക്ഷിച്ച് വെക്കും. അങ്ങനെ മേലെ സ്മൈൽ എന്നും എഴുതി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് സ്മൈൽ എന്നുള്ള വേർഡ് മാത്രം എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 3 കാർഡ്സും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.